ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു തോരനാണ് വയ്ക്കാൻ പോകുന്നത്. തോരൻ വയ്ക്കാനായിട്ട് നമ്മൾ ഒരു ചെറിയൊരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 കോഴിമുട്ട, സബോള, പച്ചമുളക്, കറിവേപ്പില, ഉപ്പൊക്കെയാണ് നമുക്ക് വേണ്ടത്. ബാക്കിയുള്ളത് നമ്മൾ ചേർക്കുമ്പം പറയുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകി അരിഞ്ഞെടുക്കാം. നമ്മൾ ക്യാബേജ് അരിഞ്ഞു കൊണ്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 ഞാൻ കാണിച്ചിട്ടുണ്ടായുള്ളൂ. ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. മുട്ട ചേർക്കുന്ന എന്നാലും നമ്മൾ തോരനല്ലേ, ലേശം കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. സബോള ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും ഒന്നും മറന്നു പോകരുതേ. കുറേ അങ്ങോട്ട് വഴറ്റൊന്നും വേണ്ട. ഈ ഒരു ലെവലിൽ നമ്മൾ സവോളയൊക്കെ വഴറ്റിയെടുത്താൽ മതി. നമ്മൾ മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ക്യാബേജ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടതാണ്. എനിക്ക് ലാസ്റ്റ് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പം മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നമുക്കൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ തീയിൽ അടച്ച് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് തുറന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്ര ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. വെള്ളമൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ മുട്ട ചേർത്തതല്ലേ. ചെറിയ തീയിൽ വേവിക്കാൻ മതി. അപ്പോൾ പിന്നെ വെള്ളമൊന്നും തീരെ ചേർക്കണ്ട. ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. നമുക്ക് വീട്ടിൽ കുട്ടികളൊക്കെ അങ്ങനെ പച്ചക്കറിയൊന്നും കഴിക്കാത്ത കുട്ടികളുള്ള വീടുകളുണ്ട്. അവർക്ക് ഇറച്ചി മീൻ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് മുട്ടയും കാബേജും കൂടെ ഒന്ന് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കുക. അവർ നന്നായിട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്യാബേജ് മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുതേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.